ആരെ പിന്തുണച്ച് തെരുവിലിറങ്ങിയാലും ബോർഡ് വെച്ചാലും ഒന്നും വാസ്തവത്തിൽ ഇതൊന്നും നേതാക്കന്മാരുടെ അറിവോടും പിന്തുണയോടും കൂടി അല്ലല്ലോ ഇത്. CPM കുറച്ചും കൂടി അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. 2 ദിവസം 3 ദിവസം മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഉടൻ ഉത്തരമാവാനിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് നിരീക്ഷകരുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. ഇതിൻ്റെ റിപ്പോർട്ട് നിരീക്ഷകർ അടുത്ത ദിവസം തന്നെ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. നമ്മളോടൊപ്പം നിയുക്ത നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷൗക്കത്ത്, ഇന്നലെ കാര്യമായിട്ട് നമ്മളെ ചർച്ചകളൊക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടി? പെട്ടെന്ന് തീരുമാനമാവോ? വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ്സിന് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇവിടെ വന്ന് MLA മാരോട് എല്ലാവരുടെയും അഭിപ്രായം 1 to 1 അഭിപ്രായങ്ങൾ ചോദിച്ചു. മാത്രമല്ല ഘടകകക്ഷികളെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സിനെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞ് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഇവിടുത്തെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ വേഗത്തിൽ തന്നെ അതിന് ഒരു ഹൈക്കമാൻഡാണത് തീരുമാനമെടുക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രോസസ്സാണത്. നേരെമറിച്ച് ചിലപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മുകളിൽ നിന്ന് ഒരാളെങ്ങ് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയല്ല കോൺഗ്രസ്സിനുള്ളത്. എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഉള്ളൊരു രീതിയാണ്. ആ പ്രോസസ്സിൻ്റെ ഭാഗമായി ആ പ്രോസസ്സ് ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ ഉണ്ട്. ഈ 102 സീറ്റ് എന്ന വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ UDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. നമ്മൾ പുറത്തു വരുന്ന ഇതിൽ വലിയൊരു തർക്കങ്ങളൊക്കെ പുറത്തു വരുന്ന സ്പ്രെഡാകുമ്പോൾ വളരെ ഒരു മോശം അവസ്ഥയല്ലേ? ഇത് എന്ത് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ പാർട്ടി അതൊരു തീരുമാനമെടുത്ത് പാർട്ടി അത് വളരെ വേഗത്തിൽ തന്നെ പറയും. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഒരു വലിയ ചർച്ചയാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ തന്നെ പരമാവധി ശ്രമിച്ചു, പക്ഷേ എന്നിട്ടും അത് ചർച്ചയാക്കാൻ കഴിഞ്ഞില്ല. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം വലിയ ബഹളമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. അതൊന്നും ഈ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അതൊക്കെ രമ്യമായി പരിഹരിക്കാൻ തന്നെ സാധിച്ചു. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആരാവണമെന്ന, നിയമസഭാ കക്ഷി നേതാവ് ആരാവണമെന്ന കാര്യവും അതേപോലെ രമ്യമായി തന്നെ പരിഹരിച്ചുകൊണ്ട് ഉടനടി അതിൻ്റെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ രഹസ്യമായി നടത്തിയ ചർച്ച എന്ന് പറയുമ്പോൾ കുറേ ലിസ്റ്റൊക്കെ പുറത്തു വന്നത് ചില മാധ്യമങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഞാനും അത് കണ്ടു. അത് എത്രണ്ട് പറഞ്ഞത് ശരിയാണ്, അത് ആ ലിസ്റ്റ് തന്നെയാണോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്, എന്താണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇത് കോൺഗ്രസ് പുറത്തു വിട്ടതല്ലല്ലോ. ഇത് ഈ പറയുന്ന മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചതാണെങ്കിൽ ചെയ്യുന്ന രീതി ശരിയാണോ എന്നതും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ കോൺഗ്രസ് അത് പുറത്തു വിടുകയാണെങ്കിലല്ലേ കോൺഗ്രസിൻ്റെ സ്വകാര്യതയ്ക്ക്. കോൺഗ്രസ് ഒരിക്കലും അത് വളരെ സ്വകാര്യമായി തന്നെ സ്വീകരിച്ച നിലപാടുകളാണ്. അതിപ്പോൾ ഒരു കാര്യം തന്നെ ഉറപ്പാണ്. കാരണം ഇവിടെ മാത്രമല്ല, ഇത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് തിരഞ്ഞെടുക്കുന്ന രീതി. അതൊന്നും വാസ്തവത്തിൽ ഇപ്പോഴും അവരെത്ര പേർ അങ്ങോട്ട് എത്ര പേർ ഇങ്ങോട്ടൊന്നും പബ്ലിക്കിന് പോലും പറയാൻ കഴിയില്ല. പക്ഷെ അറിയേണ്ടവർക്കറിയാം, അതനുസരിച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ ആ രൂപത്തിൽ തന്നെ ചെയ്തു വരുന്നതാണ്. അതിലൊന്നും ഒരു വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഇവരെല്ലാവരും ഒരേപോലെയുള്ള ആളുകളാണ്. അപ്പം ഇവർ ആരെ തിരഞ്ഞെടുക്കണം എന്ന് സംബന്ധിച്ച് MLA മാർക്കും ഒരു ആശങ്കയുണ്ടോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ എവിടെയായാലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കാരണം ഓരോ മനുഷ്യനും ഓരോരുത്തരെ വിലയിരുത്തുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനത്തെ, അതുകൊണ്ടാണല്ലോ മനുഷ്യ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ. അത് ഓരോരുത്തരുടെ വിലയിരുത്തലനുസരിച്ച് അവർക്ക് അവരുടെ വിലയിരുത്തലനുസരിച്ച് അവർക്ക് സ്വതന്ത്രമായി അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കി എന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്നാൽ മറ്റേത് പാർട്ടികളെക്കാളും കുറച്ചും കൂടി സുശക്തമാണ്, കുറച്ചും കൂടി അത് ട്രാൻസ്പെറൻ്റാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എത്രമാത്രം ആളുകൾക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയും.
പക്ഷേ ചില നേതാക്കളെങ്കിലും പബ്ലിക്കായിട്ട് ഈ സംഗതികൾ പുറത്തു പറയുന്നത് ശരിയാണോ? അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങളിങ്ങനെ അവകാശപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു നേതാവ് ഇതുവരെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോൾ കുറേ എല്ലാ നേതാക്കന്മാരുടെയും ഉള്ളൂ, എല്ലാവരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ സുതാര്യമായ അല്ലെങ്കിൽ രഹസ്യമായ ചർച്ച എന്നൊക്കെ പറയുമ്പോഴും പരസ്യമായിട്ട് നമ്മൾ KPC ഓഫീസിന് മുന്നിൽ തന്നെ വലിയ ഫ്ലക്സുകളൊക്കെ ആളുകളെ അനുകൂലിച്ചുകൊണ്ടൊക്കെ വെക്കുന്നുണ്ട്. അതൊന്നും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഒരു ലീഡേഴ്സിനും അതിൽ പങ്കില്ല. അതൊക്കെ പ്രവർത്തകർ ചെയ്യുന്നതാണ് വാസ്തവത്തിൽ. ഈ പറയുന്ന ലീഡേഴ്സിനൊന്നും ഈ കാര്യത്തിൽ ഇതിൽ പങ്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നെ കോൺഗ്രസിൻ്റെ കുറച്ചും കൂടി ആളുകൾ കുറച്ച് അഗ്രസീവായിട്ട് കാര്യങ്ങൾ പറയും, അത്രമാത്രമാണ് ഉള്ളത്. നിങ്ങളുടെ പിന്തുണ ആർക്കായിരിക്കും? അല്ല, അത് ഞാനിങ്ങനെ മാതൃഭൂമിയോടല്ലല്ലോ പറയേണ്ടത്. അത് വളരെ എൻ്റെ പാർട്ടി അതിനുള്ള അവസരം എനിക്ക് തന്നിട്ടുണ്ട്, പറയേണ്ടവരോട് പറഞ്ഞിട്ടുമുണ്ട്. ഈ കോൺഗ്രസ്സിലെ നിങ്ങൾ ഈ പറയുന്ന ഉൾപാർട്ടി ജനാധിപത്യം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബേബി പറഞ്ഞത് എല്ലാവർക്കും തുറന്നടിച്ച അഭിപ്രായം പറയാമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഇവിടെയെന്ന് മാത്രമല്ല, കാരണം അതൊരു പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഈ കാലത്ത് മാത്രമല്ല, അത് സ്റ്റാലിൻ്റെ കാലത്തും ക്രൂഷ്ചേവിൻ്റെ കാലത്തും ഒക്കെ ഉള്ള സംഭവമാണ്. നമുക്ക് എത്രയോ കഥകൾ അതിനെക്കുറിച്ച് അറിയാം. അതെവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ലോകത്ത് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ജനങ്ങൾക്ക് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആരാ തിരഞ്ഞെടുക്കുന്നത്? 150 കോടി 160 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന ആകെ 45 ലക്ഷം വരുന്ന പാർട്ടി മെമ്പർമാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായ രീതിയാണ്. ഇന്ന് CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. CPM കുറച്ചും കൂടി അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക, പാർട്ടി തലത്തിൽ തന്നെ ഉണ്ടാകുന്ന ചർച്ചകൾ, 2 ദിവസം 3 ദിവസം മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ലല്ലോ, പറയാനുള്ള അഭിപ്രായം പറയാനുള്ള അവകാശം കൊടുക്കണ്ടേ? അതില്ല എന്നുള്ളതാണ് CPM സമയം. അവരതിൽ തിരുത്തുമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഏതായാലും മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ VD സതീശനൊക്കെ പിന്തുണച്ചുകൊണ്ട് തിരുവോരങ്ങളിലൊക്കെ ഭയങ്കര പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. അല്ല, ഞാനും കാണുന്നുണ്ട് അത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഈ പറയുന്ന ഒരു ആരെ പിന്തുണച്ച് തെരുവിലിറങ്ങിയാലും ബോർഡ് വെച്ചാലും ഒന്നും വാസ്തവത്തിൽ ഇതൊന്നും നേതാക്കന്മാരുടെ അറിവോടും പിന്തുണയോടും കൂടി അല്ലല്ലോ ഇതൊന്നും എന്തായാലും നടക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇത്രയും പെട്ടെന്ന് തീരുമാനമാവുമോ? 2 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിനെ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ UDFനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. ആ വിശ്വാസം കാത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ UDFന് കഴിയും എന്ന് തന്നെയാണ് നമുക്കും ആശംസിക്കുന്നത്.